എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പഠിതാക്കളെ നമസ്കാരം. നിങ്ങളെല്ലാവരെയും എൻ്റെ 63ാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഹാർദവുമായി ഊഷ്മളവുമായി സസന്തോഷം ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ക്ലാസ്സിൻ്റെ പ്രാരംഭത്തിൽ തന്നെ എൻ്റെ അകമൊഴിഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ 10-50 ക്ലാസ്സിനുള്ളിൽ എൻ്റെ മൊത്തം ഈ ക്ലാസ്സുകൾ അവസാനിപ്പിക്കണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ചില പഠിതാക്കൾ എൻ്റെ ക്ലാസ്സിനെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് അവരുടെ സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ പല ക്ലാസ്സുകളുടെ എണ്ണമൊക്കെ അങ്ങോട്ട് കൂട്ടി അങ്ങനെയാണ് ഈ 63 ക്ലാസ്സിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ അവരാണെങ്കിൽ പലപ്പോഴും എന്നെ പലതരത്തിലും പ്രചോദനം നൽകിക്കൊണ്ടിരുന്നു. കാരണം ഞാൻ പലപ്പോഴും ഒരു കുടുംബസ്ഥ നിലയിൽ പലപ്പോഴും എനിക്ക് വളരെ പ്രശ്നങ്ങളും പ്രാരബ്ധങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തീരെ ഉഷാറുണ്ടാവില്ലേ ഷൂട്ട് ചെയ്യാനും ക്ലാസ് ഇടാനും ഒക്കെ. അപ്പോൾ തീരെ ഉഷാറില്ലാതെ ഒക്കെ ഇരിക്കുന്ന സമയങ്ങളിൽ ചിലപ്പോഴും ഞാൻ കാണുക അവരുടെ കമൻറ്റ് കാണുക വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ അങ്ങനെയൊക്കെ കാണും. പെട്ടെന്ന് എൻ്റെ പ്രാരബ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ച് ഞാൻ സടകുടഞ്ഞ് ഇരുന്നിട്ട് ചിലപ്പം വീഡിയോ ഒക്കെ ചെയ്യാൻ നോക്കും. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല, അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും അവരുടെ ആ പ്രചോദനം കാരണമാണ് എനിക്ക് ഇത്രയും ക്ലാസ് ഇടാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അവരോട് എനിക്കുള്ള അതിരറ്റ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ എനിക്ക് ആയുസ്സും ആരോഗ്യവും ബുദ്ധിയും തന്ന് ഇത്രയും ക്ലാസ്സുകൾ തീർക്കാനായിട്ടുള്ള അവസരമൊരുക്കി തന്ന സർവേശ്വരനോടും എൻ്റെ അതിരറ്റ കൃതജ്ഞത ഞാൻ ഇപ്പോൾ രേഖപ്പെടുത്തുകയാണ്. എൻ്റെ പഠിതാക്കളിൽ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കാം. അവരോട് എനിക്കൊരു അഭ്യർത്ഥന എന്താണെന്ന് വെച്ചാൽ അടിസ്ഥാന വാചകങ്ങൾ അഥവാ സിമ്പിൾ സെൻറ്റൻസ് വളരെ നന്നായി ഉറച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കിയുള്ളൂ. അപ്പോൾ എൻ്റെ മുൻപത്തെ ക്ലാസ്സുകളിൽ ഞാൻ അടിസ്ഥാന വാചകങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അത് കണ്ട് എഴുതാൻ പഠിച്ച് ഉറപ്പിച്ചിട്ട് വേണം ഈ ക്ലാസ് കാണാൻ. എന്നാലും അതിൻ്റെ പൂർണ്ണമായ പ്രചോദനം ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഓടുന്ന ബസ്സിലൊക്കെ ചാടിക്കയറിയാൽ ഉണ്ടാകുന്ന അനുഭവം ഉണ്ടാവും. പിടികിട്ടിയാൽ നല്ലത്, പിടികിട്ടിയെങ്കിൽ പോയി എന്താ ഒരു അവസ്ഥയ്ക്ക് ഉണ്ടാവും എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ക്ലാസ്സുകളെല്ലാം എൻ്റെ പ്ലേ ലിസ്റ്റിൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും. പിന്നെ പല പഠിതാക്കൾ എന്നോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വലിയ വാചകങ്ങൾ എഴുതാൻ പഠിപ്പിച്ചിട്ടേ ക്ലാസ്സിൽ നിർത്താവൂ എന്നൊരു അഭ്യർത്ഥന പലരും നടത്തിയിട്ടുണ്ട്. മലയാളിക്ക് പ്രത്യേകിച്ച് വലിയ ഇതിനോട് വലിയൊരു കമ്പുണ്ട് അല്ലേ. വലിയ വീട്, വലിയ കാറ്, വലിയ ജോലി, വലിയ ഭംഗിയുള്ള പെൺകുടി, ഇതൊക്കെ വേണം മലയാളിക്ക്. അപ്പോൾ അത് ഒരുപക്ഷെ ആ ഒരു കമ്പം ആവാം അതിന് പുറകിലുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് ഈ വലിയ വാചകങ്ങൾ കൊണ്ടുള്ള പ്രയോജനം അഥവാ അതിൻ്റെ വലിയ പ്രയോജനത്തിൽ എന്തിനാണ് ഈ വലിയ വാചകങ്ങൾ, അതിൻ്റെ ലക്ഷ്യമെന്ത്, അതിൻ്റെ ലക്ഷ്യബോധമെന്ത്? നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് എന്ത് വേണം? ലക്ഷ്യം വേണം, ലക്ഷ്യബോധം വേണം അല്ലേ. അല്ലെങ്കിൽ നമ്മൾ വഴിതെറ്റും. നമ്മളിപ്പോൾ എറണാകുളത്ത് അനുഭവങ്ങളുണ്ടായില്ലേ, എറണാകുളത്തൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ 1/2 കിലോമീറ്റർ പോകണം ദൂരത്തേക്ക് ഒട്ട വിളിക്കുമ്പോൾ 3-4 കിലോമീറ്ററൊക്കെ ചുറ്റി വളഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് പൈസയൊക്കെ മേടിക്കാറുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്കറിയില്ല, ഷോർട്ട് കട്ട് ഉണ്ടാവും, അതൊരു പറഞ്ഞു തരില്ലല്ലോ. അതുപോലെ എൻ്റെ കൂട്ടുകാരൊരു വളരെ രസകരമായ അനുഭവമുണ്ടായി. ആള് ഇവിടേക്ക് പോയി ശബരിമലയ്ക്ക് ഒരു വട്ടം. അപ്പോൾ തിരിച്ച് ബസ്സിൽ അതായത് ദീർഘദൂര ഏതെങ്കിലും ട്രാൻസ്പോർട്ട് വണ്ടിയിൽ തിരിച്ചു വരാമെന്ന് വെച്ചിട്ട് പോയത്. പക്ഷേ ഭയങ്കര തിരക്കായ കാരണം ആൾ എന്ത് വെച്ചാൽ ഷോർട്ടായിട്ട് വല്ല കോട്ടയം ഭാഗത്തേക്ക് എങ്ങനെയാണെങ്കിൽ ഈ ലോക്കൽ ബസ് പിടിച്ച് പോയി അങ്ങോട്ട് തൃശ്ശൂർക്ക്. അവിടെ നിന്ന് ലോങ് ബസ് പിടിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവരെ ആൾക്കാർ വിളിച്ച് കയറ്റാൻ ഒരു ബസ്സുകാരൻ ചോദിച്ചു, ഇന്ന സ്ഥലത്തേക്ക് ഒരു ബസ് പോവോ, അവിടെ നിന്ന് തൃശ്ശൂർക്ക് ലോങ് ബസ് കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കണ്ടക്ടർ കയറി
നോക്കിയാ ദൂരത്ത് നിന്ന് എനിക്ക് ഇത് ചെന്നിറങ്ങുമ്പോൾ നോക്കിയാ ദൂരത്ത് നിന്ന് ബസ് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കൂട്ടുകാരൻ എന്ത് ചെയ്തു വെച്ചാൽ അതിൽ കയറി ചെന്നിറങ്ങിയപ്പോൾ നോക്കിയാ ദൂരത്ത് ബസ് ഉണ്ട്, പക്ഷെ ഒരു പുഴയുടെ അപ്പുറത്താ. പക്ഷെ അങ്ങോട്ട് പോകണമെങ്കിൽ ഒരു 5 കിലോമീറ്റർ ചുറ്റുപാട് പോകണത്രേ. അപ്പം അതുപോലെയൊക്കെ അബദ്ധങ്ങൾ ചെന്ന് പറ്റും. നമുക്ക് എന്തിനും ഇന്നൊക്കെ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി നമുക്ക് ഒരു ഐഡിയ ഉണ്ടാക്കാൻ പറ്റും. അപ്പം അത്രയ്ക്കൊന്നും പറ്റില്ല. എന്നാലും ഗൂഗിൾ നോക്കിയാലും ഒരു ഐഡിയ ഉണ്ടാക്കണം എന്ന കാര്യം സ്പഷ്ടമാണല്ലോ. അതുപോലെ നമ്മൾ എന്തിനാണ് ഈ വലിയ വാചകങ്ങളെന്ന് അറിഞ്ഞിരിക്കണം. പക്ഷെ അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ പറയുന്നത് വെച്ചാൽ അതിൻ്റെ ആ ഒന്നിൽ കൂടുതൽ വാചകം ചേരുമ്പോൾ അതിനൊരു കമ്പൈൻഡ് ഇഫക്റ്റ് ഉണ്ട്. കമ്പൈൻഡ് ഇഫക്റ്റ്, അതൊരു സ്വാധീനം. ഒന്നിനോടൊന്ന് ചേരുമ്പോൾ ഇത് ചേരുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇഫക്റ്റ് ഗംഭീരമാണ് വാചകത്തിൻ്റെ. കാരണം ഒരു വാചകത്തിന് മാത്രം അതിൻ്റെ അർത്ഥവ്യാപ്തി കൃത്യമായിട്ട് അങ്ങനെ കേൾവിക്കാരനെ ബോധ്യപ്പെടുത്താൻ ചിലപ്പം കഴിഞ്ഞൊന്നും വരില്ലേ. അപ്പോൾ ഒന്നിൽ കൂടുതൽ വാചകം ചേർത്ത് നമ്മൾ വലിയ വാചകം പറയുമ്പോൾ അതിന് സാധിച്ചു എന്ന് വരും. അപ്പോൾ അർത്ഥവ്യാപ്തി കൂട്ടുക, അതിന് സ്വാധീനം കൂട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ക്ലിയർ ആവണില്ലേ. അത് കുറച്ച് ഉദാഹരണം പറഞ്ഞാലേ മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉദാഹരണം പറയാം. ഓക്കെ, എനിക്ക് അറിയാം കമ്പൈൻഡ് ഇഫക്റ്റ് എന്നൊക്കെ പറഞ്ഞ് എന്തുട്ടാ നമുക്ക് തോന്നും അല്ലേ. അത് നമുക്ക് നമ്മുടെ അനുഭവങ്ങൾ വെച്ച് വിശകലനം ചെയ്താൽ അത് പിടികിട്ടുള്ളൂ എന്തുണ്ട് അതിൻ്റെ കാര്യം എന്നുള്ളത്. അത് പറഞ്ഞുതരാം. അതായത് നമുക്ക് അറിയാം അല്ലേ, നമ്മൾ കാന്തം കൊണ്ട് ഒരു ഇരുമ്പിൻ്റെ അടുത്ത് വരുമ്പോൾ അതിൻ്റെ കാന്തശക്തി മറ്റേക്ക് ഇൻഡ്യൂസ് ചെയ്യും അല്ലേ, അത് സ്വാധീനിക്കും നമുക്കറിയാം അല്ലേ. അത് മുല്ലപ്പൂവും കൂടി ഏറ്റി കിടക്കും, കല്ലിനും കൊണ്ടൊരു സൗന്ദര്യം എന്ന് പറയുന്നതുകൊണ്ട് ആ മുല്ലപ്പൊടി സാമീപ്യം ഉണ്ടെങ്കിൽ കല്ലിനും ചെറിയൊരു ഗന്ധം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒന്ന് മറ്റൊരു സ്വാധീനിക്കും എന്നുള്ളത് ഇത് രണ്ടും ധാരണകളാണ്. അതേപോലെ വാചകങ്ങളും മറ്റൊരു വാചകത്തെ സ്വാധീനിക്കും, അതിന് അർത്ഥവ്യാപ്തി കൂട്ടും, ചിലപ്പോൾ ആശ്വാസം, അതുപോലെ തമാശ, അതുപോലെ പരിഹാസം, അതിൻ്റെയൊക്കെ ആഴം വർദ്ധിപ്പിക്കും. ഇതൊക്കെ അതിൻ്റെ പ്രത്യേകതകളാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്താ വെച്ചാൽ അത് മനസ്സിലാവണമെങ്കിൽ നമുക്കെന്ന് വെച്ചാൽ നമുക്ക് നോക്കുക, നമുക്ക് തനതായിട്ടുള്ള അസ്തിത്വമുള്ള തനിമയുള്ള വസ്തുക്കളുണ്ട് ഇല്ലേ. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നല്ല എരിവുള്ള കാന്താരി മുളകിൻ്റെ കാര്യം എടുത്ത് തനിച്ച് അതിന് ഒരു രുചിയുണ്ട് അല്ലേ, തനിച്ചൊരു രുചിയുണ്ട്, രുചിയിലൊരു തനിമയുണ്ട് എന്നർത്ഥം. അത് പക്ഷേ നമുക്കത് കഴിക്കാൻ പറ്റില്ല. ഉപ്പിൻ്റെ കാര്യം എടുത്ത് അതിനൊരു തനിമയുണ്ട് രുചിക്ക് ഇല്ലേ, അതിൻ്റെ രുചിക്കൊരു തനിമയുണ്ട്, പക്ഷെ അത് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതേ സമയത്ത് നമ്മൾ നോക്കുക, ഒരു നല്ല പുളിയമാങ്ങ എടുക്കുക, അതിനൊരു കഷ്ണം നല്ല പുളിയിൽ നമുക്ക് കടിക്കുക, പല്ല് പൊളിക്കും വിചാരിക്കുക, കടിക്കാൻ പറ്റില്ല, പിന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവ മൂന്നും ചേർത്ത് നമ്മൾ കമ്പൈൻ ചെയ്ത് ഒരു ചമ്മന്തിയാക്കിയാലോ എന്തായിരിക്കും നോക്കുക, അതിനെതിരെ ഈ 3 രുചിയും ചേർന്ന് മറ്റൊരു രുചി അതിന് വരികയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും അല്ലേ. അതിൻ്റെ ഇഫക്റ്റ് മാറി, കമ്പൈൻഡ് ഇഫക്റ്റ് വേറെ അല്ലേ. അങ്ങനെ ഒരു ഇഫക്റ്റ് ഇതിൽ നമുക്കുണ്ടാക്കാൻ കഴിയും. അത് വാചകങ്ങൾക്കും അങ്ങനെ തന്നെയാണ്, ഒരു കമ്പൈൻഡ് ഇഫക്റ്റ്. അപ്പോൾ ഒരാളെ ആശ്വസിപ്പിക്കുന്നതിന് അത് സാധിക്കും, ഒരാളെ പരിഹസത്തിന് അർത്ഥവ്യാപ്തി കൊടുക്കുന്നതിന്. ഒരു വാചകം പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അർത്ഥവ്യാപ്തി ശരിയാന്ന് വരില്ല. അതൊരു ബാക്ക്ഗ്രൗണ്ട് ഇഫക്റ്റ്. ഒരു ചുവന്ന പൂ തനിച്ചെടുത്ത് കാണിച്ച് എത്ര ഭംഗി ഉണ്ടാവില്ല. ഒരു പച്ച ഈ ഇലകൾക്കിടയിൽ ചുവന്ന പൂ നല്ലൊരു ആകർഷണതയുണ്ടാവും. അതേപോലെ ഒരു ഇഫക്റ്റ് ഉണ്ടായിരിക്കും ഈ വാചകത്തിൻ്റെ. അതാണ് അതിൻ്റെ ഒരു ഗുണം. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ജയലളിതയുടെ കാൽക്കൽ സ്പീക്കർ വീണു എന്ന് പറയുന്നത് നമുക്കൊരു പ്രശ്നമില്ലേ. സംഭവം നടന്നു എന്ന് തോന്നുള്ളൂ അല്ലേ. അതേസമയത്ത് അതിൻ്റെ കൂടെ ഇങ്ങനെ പറഞ്ഞു നോക്കിയേ. അപ്പോൾ അതേസമയം ഇപ്പോൾ കേവലം നമ്മൾ സ്പീക്കർ ജയലളിതയുടെ കാൽക്കൽ വീണു എന്നൊരു വാചകം മാത്രം പറയുമ്പോൾ നമുക്കൊരു ഇഫക്റ്റ് ഉണ്ടാവില്ലേ. അതിലെന്ത് തെറ്റോ ശരിയോ ഒന്നും നമുക്കറിയാൻ പറ്റില്ല. ആ സമയത്ത് സഭയുടെ നിഷ്പക്ഷതയും അന്തസ്സും ഏറ്റവും കാത്തു സൂക്ഷിക്കേണ്ട, ഏറ്റവും ആദരർഹിക്കുന്നതായ സ്പീക്കർ ജയലളിതയുടെ കാൽക്കൽ വീണു എന്ന് പറയുമ്പോൾ എന്താർത്ഥം? അപ്പോൾ അവിടെ ആ സ്പീക്കർ ഒരു തെറ്റുകാരനായി അല്ല, നിഷ്പക്ഷത കാത്തു സൂക്ഷിക്കേണ്ടതായ സ്പീക്കർ കാൽക്കൽ വീഴാൻ പാടില്ലല്ലോ. അപ്പോൾ വേറൊരു വാചകം വരുമ്പോഴാണ് എന്ത് ഒരു തെറ്റങ്ങോട്ട് പുറത്തു വരിക. അപ്പോൾ അങ്ങനത്തെ ഓരോ ഇഫക്റ്റുകളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ ആശ്വസിപ്പിക്കുമ്പോൾ ഒരു വാചകം പറഞ്ഞ് ശരിക്കും കണ്ട് ആശ്വാസം കിട്ടിയെന്ന് വരില്ലേ.
അതേ സമയത്ത് നമ്മൾ 2-3 വാചകങ്ങൾ കൂട്ടിയിട്ട് ചേർത്തിട്ട് പറയുമ്പോൾ ആശ്വാസം കിട്ടി എന്ന് വരും. അപ്പോൾ ഞാനതൊന്ന് കാണിച്ചുതരാൻ വേണമെങ്കിൽ, ഇവൻ്റെ ഒരു ഉറ്റ സുഹൃത്ത് ഗൾഫിൽ ജോലിയായിരുന്നു. അത് യൂറോപ്യൻ കമ്പനിയിലായിരുന്നു. അത് പെട്ടെന്ന് അസുഖം വന്ന് ജോലി പോയി. അതുപോലെ അസുഖം വന്നു. അവൻ്റെ അളിയൻ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് മരിച്ചു. അങ്ങനെ ആകെ മാനസികമായി തകർന്ന് ആകെ നൊമ്പരപ്പെട്ടിരിക്കുക. അപ്പോൾ നമ്മളൊന്ന് വിഷമിക്കണ്ട എന്ന് പറഞ്ഞാൽ വിഷമിക്കാതിരിക്കുക ഇല്ല. എന്താ കാരണം? ആ ഒരു വരി കൊണ്ട് വിഷമിക്കാറില്ലേ? വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലേ? അപ്പോൾ ആശ്വാസം വരണമെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഒരു വരി ഒരു പാട്ടാ പാടി ചിലപ്പോൾ ആശ്വാസം വരില്ലേ? കാരണം അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഒരു പാസ്റ്റർ ആളെടുത്ത് വന്നിട്ട് ഒരു 4 വരി പാടി. അപ്പോൾ ഗംഭീര ആശ്വാസമായി പറഞ്ഞു. അതിലൊരു വരി ഞാൻ പാടി കാണിച്ചു തരാം, ആശ്വാസം വരണം നോക്കുക. ഒരു നോവും കുറയാതിരുന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ മാത്രമല്ല വിഷമങ്ങൾ മാറും. അതല്ല, ആ പാസ്റ്റർ പാടിയ ഒരു 4 വരി ഞാൻ പാടി നോക്കാം, പാടി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ നോക്കുക അതിൻ്റെ വിശ്വസ്തി. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും മടങ്ങാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. ഇങ്ങനെ പാടുമ്പോഴോ, ആ 3 വരി മുമ്പിൽ ചേർത്ത് പാടുമ്പോഴോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു മഴയും തോന്നാതിരുന്നിട്ടില്ല. അത് ശരിയല്ലേ? നമുക്കറിയാം എല്ലാ മഴയും തോർന്നിട്ടുണ്ട്. ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, അതും ശരിയില്ലേ? ഒരു ഏത് രാവും പുലരാതിരുന്നിട്ടില്ല, അതും ശരി. ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അതും ശരി. അപ്പോൾ ഒരു നോവും കുറയാതിരുന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ മനസ്സിന് അത് സത്യമാണെന്ന് ബോധ്യപ്പെടും. പെട്ടെന്നൊരു ആശ്വാസം വന്നിറങ്ങുകയും ചെയ്യും. അതാണ് കമ്പൈൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. 3-4 ഒരു 4 ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിന് കമ്പൈൻഡ് എഫക്റ്റ് ഉണ്ട് എന്ന് പറയും. ഓക്കെ, വാചകങ്ങളുടെ കമ്പൈൻഡ് ഇഫക്റ്റ് കൊണ്ട് ഞാൻ തരിച്ചു പോയ സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ചിലപ്പോൾ കളിയാക്കിയിട്ട് എന്തെങ്കിലും തൊലിയിരിച്ച ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വാചകങ്ങൾ കൂട്ടിയോജിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇഫക്റ്റാണ് അത്. ഒരിക്കൽ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു വിരുദ്ധനായ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, ഗോപിനാഥ് എന്ന പേരാളുള്ള. ഒരു ദിവസം ഞാൻ ആലുകുടി വിട്ട് സ്കൂൾ വിട്ട് ഇങ്ങനെ വരുമ്പോൾ ഒരു ചൊമ്പരിൻ്റെ അടുത്ത് നിന്ന് ഭയങ്കര ഒരു ശബ്ദം കേൾക്കുമ്പോൾ തർക്കത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു വലിയ ഇടിക്കുള്ള ഒരു വട്ടമുള്ള പോലെ തോന്നി. ഞാനപ്പോൾ എൻ്റെ അടുത്ത് ശ്രദ്ധിച്ചപ്പോൾ ഈ ഗോപിനാഥൻ്റെ സ്വര അവൻ പിടിച്ചു മാറ്റാൻ ഞാനൊന്ന് ഓടിച്ചെന്തോ അങ്ങോട്ട്. ഞാൻ ഓടുമ്പോൾ 3-5 പിള്ളേരും അങ്ങോട്ട് വന്നു. അപ്പം എൻ്റെ കണ്ടതും 2 വാചകങ്ങൾ ആൾ ഒരുമിച്ച് ചേർത്ത് പറഞ്ഞു. ഒരു വാചകം അവനോട്, എൻ്റെ എതിരാളിയോടെ പറഞ്ഞ്, ഒരു വാചകം എന്നോട്. ഒരു ഭയങ്കര രസമുള്ള വാചകമാണ് പറഞ്ഞത്. എൻ്റെ എതിരാളിയോട് പറഞ്ഞ വാചകമാണ്, നിന്റെ ഞാൻ ഗുണ്ടകളെ കൊണ്ട് തല്ലിക്കും. എന്നിട്ട് എന്നോട് പറഞ്ഞു, അടിക്കട പ്രസാദേ ഇവനെ. ഇത് കേട്ട വശം അവിടെ എല്ലാവരും കളിച്ചിരുത്തും. ജാജൂല് പോലത്തെ ഞാൻ ഗുണ്ടയാ. ഇപ്പം എത്രയുണ്ടല്ലോ സങ്കല്പിച്ചറിയാം. ഇതിലെ ജാജുകളായിരുന്നു. അപ്പോൾ അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടത് അറിയാണ്ടായി. കാരണം എന്താ, അവനെ തിരിച്ച് വിളിക്കാൻ പറ്റും, അവനെ ഗുണ്ടാന്ന് വിളിച്ചിട്ടില്ലേ. പക്ഷേ അടിക്കട നിന്നെ ഞാൻ ഗുണ്ടകളെ ഇടിപ്പിക്കും, അടിക്കട പ്രസാദ് ഇവനേത് പറഞ്ഞ ദിവസം എന്തായി. 2 വാചകം കൂട്ടിച്ചേർക്കുമ്പോൾ അതിലൊരു പുതിയ അർത്ഥം എന്താണ്? ഇവനെ ഒന്നുകൊണ്ട് അടുപ്പിക്കാനാണ് അവൻ പോണത്. ഞാനാരും അടിക്കരുത്, അതല്ലേ എന്നോടാണ് അടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞാനാരായിട്ട് ഗുണ്ടയായി മാറും. അപ്പോൾ അങ്ങനെ 2 വാചകം ചേർത്തുകൊണ്ട് നമ്മളെ ഒരാളെ ഒരു രസകരമായിട്ട് കളിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അന്നാണ് എനിക്കൊന്നും ചെയ്യാനും പറ്റും, തിരിച്ചവൻ ചീത്ത വിളിക്കാനും പോലും പറ്റി. അവനൊന്നും വിളിച്ചിട്ടുമില്ല. ഇങ്ങനെ രസകരമായിട്ടുള്ള ഇതാണ് കമ്പൈൻഡ് ഇഫക്റ്റ്. അപ്പോൾ നമ്മൾ തമാശകളൊക്കെ ഉണ്ടാക്കുന്നതിനും ഒക്കെ ഈ കമ്പൈൻഡ് ഇഫക്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ വലിയ വാചകങ്ങൾക്ക് ഇങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ വലിയ വാചകങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ.
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെന്നിൻ്റെ പ്രയോഗമാണ് പഠിച്ചത്. വെൻ ഒരു വാചകത്തിന് മുമ്പിലാണ് വെക്കുക എന്ന് പഠിച്ചു. അങ്ങനെ ചേരുമ്പോൾ ആ വാചകം ഒരു അഡ്വർബ് ക്ലോസ് ആണെന്നൊക്കെ പഠിച്ചു അല്ലേ? അതൊന്നും കൂടി വിശദമായിട്ട് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നമുക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ അതുപോലെയുള്ള ഒരുപാട് കൺജങ്ഷൻസ് ഉണ്ട്. അതിൻ്റെ പ്രയോഗം പിന്നെ പ്രത്യേകിച്ച് പഠിക്കേണ്ടതില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് അത് വെച്ച് പഠനം തുടരാം അല്ലേ? ദ ബെൽ റാങ് എന്ന് നമുക്കറിയാം. എന്താ അർത്ഥം? മണിയടിച്ചു. അപ്പോൾ മണിയടിച്ചു എന്നതിൻ്റെ കൂടെ അപ്പോൾ ചേർത്താലാണ് നമുക്കറിയാം മണിയടിച്ചപ്പോൾ ആകുക എന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട്. മലയാളത്തിൽ അങ്ങനെയല്ലേ? പക്ഷെ അത് മലയാളത്തിൽ അപ്പോൾ എന്നതിന് തുല്യമായി ഇംഗ്ലീഷിൽ വാക്കും വെന്നാണ്. അപ്പോൾ മണിയടിച്ചപ്പോൾ എന്ന് പറയുമ്പോൾ എന്ന വാചകത്തെ ഇംഗ്ലീഷ് തർജ്ജമ ചെയ്യുമ്പോൾ അതിന് തുല്യം, മണിയടിച്ചു എന്നുള്ളതിന് തുല്യമായ ഇംഗ്ലീഷ് വാചകം ദ ബെൽ റാങ് ആണ്. അതിന് മുമ്പിലാണ് വെക്കേണ്ടത് വെൻ എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ? ഇനി നമുക്ക് ആ വാചകങ്ങളൊന്നും കൂടി ഇവിടെ ഞാൻ താഴത്ത് എഴുതിയിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ഒന്നുകൊണ്ടും വിശദമായിട്ട് പഠിക്കുക. ഓക്കെ, നമുക്ക് വെന്നിൻ്റെ ഉപയോഗം നമുക്ക് ഒന്നും കൂടി ആവർത്തിച്ച് പഠിക്കാം. എന്തിനാണെന്ന് വെച്ചാൽ അതൊന്ന് ഉറച്ചു കഴിഞ്ഞാൽ അതുപോലെയുള്ള മറ്റു കൺജങ്ഷൻ്റെ ഉപയോഗം സെപ്പറേറ്റ് പഠിക്കേണ്ടതില്ല. കാരണം അതിൻ്റെ തത്വം ഉറച്ചാൽ ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർക്കാര ഭാഷയിൽ വെച്ചാൽ അതിൻ്റെ കുട്ടൻസ പിടികിട്ടിയാൽ മതി, ആ തന്ത്ര പിടികിട്ടിയാൽ മതി. നിങ്ങൾക്ക് ഏത് ഇതുപോലെയുള്ളവൻ പോലെ കൺജങ്ഷൻ ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് നമുക്കൊന്നും കൂടി അതൊന്ന് ആവർത്തിക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബെല്ല്, മണിയടിച്ചു എന്നുള്ള ഇംഗ്ലീഷ് ബെൽ റാങ്, ദ ബെൽ റാങ് എന്നാണ് നമ്മൾ മനസ്സിലാക്കി അല്ലേ? അതാണ് ഇവിടെ ദ ബെൽ റാങ്. അതിൻ്റെ എവിടെയാണ് വെൻ വയ്ക്കുക? വാചകത്തിൻ്റെ മണിയടിച്ചപ്പോൾ അല്ലേ? മലയാളത്തിൽ ഒടുവിലാണ് അപ്പോൾ ചേർക്കുക. അതിന് തുല്യമായ വാക്കായ വെൻ എവിടെ വയ്ക്കണം നമ്മൾ പഠിച്ചു? മുൻപിൽ. വെൻ ദ ബെൽ റാങ്, മണിയടിച്ചപ്പോൾ. അതിൻ്റെ അടിയിലൊരു ചുവന്ന വര വരച്ചിട്ടുണ്ടല്ലേ? അത്രയും ഭാഗം എന്താണ്? ഒരു ക്ലോസ് ആണ്, വെൻ ചേർത്തിട്ടുള്ള ക്ലോസ് ആണ്. അത് അഡ്വർബിന് തുല്യമാണ് എന്ന് പറഞ്ഞു. ആണോ? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നമുക്കിപ്പോൾ തീർക്കണം. ആണ് എന്നാണ് ഞാൻ പറയുക. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് വിശദീകരിച്ച് തരാം. അത് നോക്കുക. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ രണ്ടാമത്തെ വാചകം നോക്കുക. സ്റ്റുഡൻസ് വെൻ ഇൻ ടു ദ ക്ലാസ്. അതിൻ്റെ അർത്ഥം എന്താ? വിദ്യാർത്ഥികൾ എവിടേക്ക് പോയി? ക്ലാസ്സിലേക്ക് പോയി. ഇമ്മീഡിയറ്റ്ലി, ഉടനെ. ദ സ്റ്റുഡൻസ് വെൻ ഇൻ ടു ദ ക്ലാസ് ഇമ്മീഡിയറ്റ്ലി എന്ന വാചകം എടുക്കുക. വിദ്യാർത്ഥികൾ ക്ലാസ്സിലേക്ക് ഉടനെ പോയി. ആ ഉടനെ എന്നുള്ളത് ഇമ്മീഡിയറ്റ്ലി. അത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. വലിയ ചേർന്ന വാക്ക് അഡ്വർബാണെന്ന് അറിയാം അല്ലേ? എന്തുകൊണ്ട് അഡ്വർബാണെന്ന് നമുക്കറിയാം. അത് ചോദ്യം എപ്പോൾ ക്ലാസ്സിലേക്ക് വിദ്യാർത്ഥികൾ പോയി എന്നൊരു ചോദ്യം ചോദിച്ചാൽ എപ്പോൾ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്ന ഉത്തരമാണ്. അതുകൊണ്ട് സമയത്തെ കുറിക്കുന്ന അഡ്വർബാണത്, നമുക്ക് വ്യക്തമാണ്. അത് ഇമ്മീഡിയറ്റ്ലി അഡ്വർബാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൽ എപ്പോൾ എന്ന ചോദ്യത്തിൻ്റെ വരെ അത് ഇമ്മീഡിയറ്റ്ലി, അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അഡ്വർബാണ്. ദ സ്റ്റുഡൻസ് വെന്റ് ഇൻ ടു ദ ക്ലാസ് അറ്റ് 2 o'clock. 2 മണിക്ക് വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ ഉള്ളിലേക്ക് പോയി. ഇതേ ചോദ്യം എപ്പോൾ പോയി? 2 മണിക്ക്. അപ്പോൾ 2 മണിക്ക് എന്നുള്ളത് അഡ്വർബാണ്. അത് ഫ്രേസ് ആയതുകൊണ്ട് ഒന്നിൽ കൊണ്ട് അഡ്വർബ് ഫ്രേസ് ആണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ? അപ്പോൾ ഇത് രണ്ടും അഡ്വർബാണ്. എപ്പോൾ എന്ന ചോദ്യത്തിന് ഉത്തരവുമാണ് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഒരു ക്രിയയുടെ കൂടെ എപ്പോൾ പോയി, ഇതിൽ ക്രിയ വെൻഡ് ആണ്, ഇതിലും വെൻഡാണ്. അപ്പോൾ വെൻ ഡിഡ് ഗോ എന്ന് ചോദിച്ചാൽ എപ്പോൾ പോയി എന്നൊരു ചോദ്യം ചോദിച്ച ഉത്തരം രണ്ടാം ഇതിലാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി, ഈ വാചകത്തിലാണെങ്കിൽ അറ്റ് ഉത്തരം വരും. അപ്പോൾ അത് ആ ചോദ്യോത്തരമായി വരുന്ന വാക്ക് അല്ലെങ്കിൽ വാക്യഭാഗം എന്താണെന്ന് പഠിച്ചു? ക്രിയാവിശേഷണമാണ്. ഒറ്റ വാക്കാണെങ്കിൽ ക്രിയ എന്നും മറ്റേതിന് ക്രിയ വിശേഷണ വാക്യഭാഗം എന്ന് പറയുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുപോലെ ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ വെൻറ്റിൻ്റെ ഈ ക്രിയയുടെ വിശേഷമാണ് ഇമ്മീഡിയറ്റ്ലി, ഇതിലെ വെൻറ്റിൻ്റെ വിശേഷമാണ് അറ്റ് 2 o'clock. അത് മനസ്സിലായതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഈ ഇമ്മീഡിയറ്റ്ലി എന്ന വാക്ക് ഈ വാചകത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതുപോലെ സ്റ്റുഡൻസ് ഈ ക്ലാസ്സിൻ്റെ ഒരു ഭാഗമാണ് അറ്റ് 2 o'clock എന്ന കാര്യം വ്യക്തമായിട്ടാണല്ലോ അല്ലേ? വ്യക്തത കുറവില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ വാചകം, അതായത്
ദ സ്റ്റുഡൻസ് വെന്റ് ഇൻ ടു ദ ക്ലാസ്. വിദ്യാർത്ഥികൾ ക്ലാസ്സിലേക്ക് പോയി. എപ്പോൾ പോയി എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ബെല്ലടിച്ചപ്പോൾ എന്നായിരിക്കും ഉത്തരം വരിക അല്ലേ? നിങ്ങൾ എന്താ പറയാ? ഈ വാചകം ശേഷം എപ്പോഴാണ് എപ്പോൾ പോയി ക്ലാസ്സിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഇതിൽ വെച്ച് നിങ്ങളോട് ചോദിക്കുക. ഈ വാചകത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയും? ബെല്ലടിച്ചപ്പോൾ, അതായത് വെൻ ദ ബെൽ റാങ് അല്ലെ? അപ്പൊ വെൻ ദ ബെൽ റാങ് എന്ന ഭാഗം എന്താണ്? അഡ്വർബ്. അത് ഇതിന്റെ എപ്പോൾ പോയി എന്ന ചോദ്യത്തിന് ഉത്തരമാണ്. അപ്പൊ ഈ വാക്കിനും പകരം ഉള്ളത് അവിടെ ഉള്ളത് ഒരു അഡ്വർബ്. എപ്പോൾ ഇത്രയും ഭാഗമാണെങ്കിൽ ഇത്രയും ഭാഗം എന്തായിരിക്കും? അഡ്വർബ് അല്ലേ? പക്ഷെ അതൊരു വാചകം തന്നെയാണ് അല്ലേ? അപ്പൊ അത് അഡ്വർബാണ്, അതൊരു വാചകമാണ്. അപ്പോൾ ഇത് എന്തെന്ന് നമുക്ക് പറയാം? അഡ്വർബായിട്ടുള്ള വാചകം അല്ലല്ലേ പറയാൻ പറ്റുക? അഡ്വർബായിട്ടുള്ള വാചകം ഇംഗ്ലീഷിലൊക്കെ പറയാം അഡ്വർബിയൽ ക്ലോസ്. അപ്പൊ ഇതെന്താണിത്? ഒരു അഡ്വർബിയൽ ക്ലോസ് ആണ്. അത് അഡ്വർബിൽ തുല്യമാണ് എന്ന് വ്യക്തമായല്ലോ ഇല്ലേ? അതുകൊണ്ട് ഒരു അഡ്വർബിന് എന്തെവിടെ ഉപയോഗിക്കുക? ഇത് ഈ വാചകത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇത് അല്ലേ? അപ്പൊ തനിച്ച് നിൽക്കാൻ പറ്റില്ലെങ്കിൽ എന്താ പറയാ? ഇതിനൊരു ഭാഗം മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോ ഇത് പറയും സബോർഡിനേറ്റ് ഓർ ഡിപ്പെൻഡന്റ് ക്ലോസ് എന്ന് പറയും. എന്ന് വെച്ചാൽ ആശ്രിത വാക്യം, സ്വതന്ത്രമായി നിൽക്കാൻ കഴിയാത്ത. അതിന്റെ അർത്ഥമാണല്ലോ ആശ്രിത എന്നുള്ളത്. ആശ്രിത വാക്യം എന്നോ എന്താണ് മലയാളത്തിൽ പറയാ? അതിനെ ഇംഗ്ലീഷിൽ ഡിപ്പെൻഡന്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ആശ്രിത വാക്യം. അത് സബോർഡിനേറ്റഡ് ക്ലോസ്, കീഴ്പ്പെട്ട് നിൽക്കുന്ന വാക്യം എന്ന അർത്ഥത്തിൽ. രണ്ടിന് അർത്ഥം ഒന്നാണ്. അപ്പൊ ഇതിന് വെൻ ഉൾപ്പെടെയുള്ള വാചകത്തെ എന്താ പറയുക? സബോർഡിനേറ്റ് ക്ലോസ് ഓർ ഡിപ്പെൻഡന്റ് ക്ലോസ്. അത് അഡ്വർബായി കാരണം അഡ്വർബിയൽ ക്ലോസ് എന്ന് പറയും. അതുപോലെ അഡ്വർബിയൽ സബോർഡിനേറ്റ് ക്ലോസ്, അഡ്വർബിയൽ ഡിപ്പെൻഡന്റ് ക്ലോസ്, അങ്ങനെയൊക്കെ പറയാം. അപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഈ വെൻ ചേർത്തുള്ള വാചകം സബോർഡിനേറ്റ് ക്ലോസ് എന്നായത്? അതും മനസ്സിലായില്ലേ? പിന്നെ ഒരു ചെറിയ സംശയം വരാം. ഇത് ഇൻഡിപെൻഡന്റ് ആണ് അല്ല ഡിപ്പെൻഡന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അല്ലെങ്കിൽ സബോർഡിനേറ്റ് ആണ്. അത് തനിച്ച് നിൽക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് തനിച്ച് നിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്ന് ആർക്കെങ്കിലും സംശയം? അതും ഒന്ന് ഞാൻ ചെറുതായിട്ട് വിശദീകരിക്കാം. ഓക്കെ. അപ്പോൾ വെൻ ദ ബെൽ റാങ് എന്ന അഡ്വർബ് ക്ലോസ് ഒരു സബോർഡിനേറ്റ് ക്ലോസ് അഥവാ ഡിപ്പെൻഡന്റ് ക്ലോസ് ആണോ എന്ന് വെച്ചാൽ ഒരു ആശ്രിത വാക്യമാണോ എന്ന് സംശയമുള്ളവർക്ക് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആവും. നമ്മൾ എപ്പോഴാണ് നമുക്ക് ഡിപ്പെൻഡന്റ് അല്ലെങ്കിൽ ആശ്രിത എന്ന് പറയുക? അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു, രണ്ടു കാലം നിൽക്കുന്നു. ഇത് എൻ്റെ നിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ സ്വതന്ത്രനാണ് അല്ലേ? ആശ്രയിക്കുന്നു, മറ്റൊരാൾ ആശ്രയിക്കുന്നില്ലേ? അപ്പോൾ ഞാൻ ബൈക്കിലേറെ പോകുമ്പോൾ എല്ലാം വണ്ടി വന്ന് ഇടിച്ചാൽ കാലം ഒടിച്ചാലോ തട്ടയിട്ടേക്കാൻ പറ്റില്ലേ? അപ്പോൾ എന്താണ് ഞാൻ മറ്റൊരു സഹായം വേണ്ടി വരും. അപ്പോൾ സ്വതന്ത്രമായി നിൽക്കാൻ പറ്റില്ലേ? അപ്പോൾ നമുക്ക് എന്ത് വേണം? മറ്റൊരാൾ പിടിച്ചൊക്കെ നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ ഞാൻ സ്വതന്ത്രനല്ലാതായി. മറ്റൊരു സഹായമുണ്ടെങ്കിൽ നമ്മൾ ആശ്രിതനായി അല്ലേ? ആശ്രിതൻ എന്ന ഇതിൻ്റെ അർത്ഥം അതാണല്ലോ. അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ തനിച്ച് നിൽക്കാൻ പറ്റാത്തതിന് നമ്മൾ ആശ്രിതം എന്ന് പറയാം, നമുക്കറിയാം അല്ലേ? അതുപോലെ വാചകത്തിന്റെ കേസിലെന്ന് വെച്ചാൽ അർത്ഥം പൂർത്തിയാക്കാൻ പറ്റാത്തത്. ബെല്ലടിച്ചപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം പൂർണ്ണമാവുന്നുണ്ടോ? ഇല്ല അല്ലേ? കേൾക്കുന്ന ആൾക്ക് ബാക്കിയുള്ള കൂടി പറയാം, എന്താ വേഗം പറയും എന്ന് പറയാൻ തോര വരും. ഇത് അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ ബെല്ലടിച്ചപ്പോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തിയെന്നുണ്ടാവും, അത് കേൾക്കുന്ന ആൾക്കാർ തോര വരും ഇല്ലേ? അപ്പൊ അർത്ഥം പൂർണ്ണമാവത്തോണ്ടാണ് തോര വരുന്നത്. അപ്പൊ നമുക്ക് പറയാം പൂർത്തിയായിട്ടില്ല. അപ്പൊ ആ അർത്ഥം പൂർത്തിയാകത്തില്ല എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് നമുക്ക് ഇപ്പൊ നമ്മൾ നോക്കുക, ഒരു മാർച്ച് ഏപ്രിൽ മാസം നമ്മൾ നല്ല വെയിലത്ത് പോയി വരുമ്പോൾ നല്ല ദാഹം, ഒരു 2 ഗ്ലാസ് വെള്ളം കുടിച്ചാലാണ് നമ്മൾ ദാഹം തീരുമെന്ന് വിചാരിക്കുക. അപ്പൊ എന്താവും? നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കിട്ടുകയാണെങ്കിൽ ദാഹശമനം പൂർത്തിയാവും ഇല്ല. അപ്പോൾ നമുക്ക് ഒരു കുറച്ചുകൂടി കിട്ടുക ആഗ്രഹം നിൽക്കും അല്ലേ? അതായത് നമുക്ക് അതിനോടുള്ള ഒരു ആവശ്യം. അപ്പോൾ ആ ആവശ്യം പോലെയാണ് ഇത്. അതിന് അർത്ഥങ്ങൾ പൂർണ്ണമാവാത്ത, അതായത് ദാഹശമനം ഉണ്ടാകാത്ത പോലെ അർത്ഥം പൂർണ്ണമാവില്ലേ?
അപ്പോൾ നമുക്ക് എന്താണ് അർത്ഥം പൂർണ്ണമാക്കാൻ മറ്റൊരു കാര്യം കൂടി പറയേണ്ടി വരും, വാചകം കൂടി പറയേണ്ടി വരും എന്നർത്ഥം. മനസ്സിലായേ? അപ്പോൾ ഇതിന് മറ്റൊരു വാചകത്തിന്റെ ഭാഗമാകാനേ പറ്റൂ. മറ്റൊരു ഭാഗത്തിന് ഭാഗമാകുമ്പോൾ അത് ആശ്രിതമായിരിക്കും അല്ലേ? മറ്റൊരു ഭാഗം വാചകത്തിന്റെ ഭാഗം ആശ്രിതമാവോ? അത് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞങ്ങളുടെ അവിടെ 2 പേരുണ്ടായിരുന്നു, ജോസും അതുപോലെ തന്നെ വേലായെന്ന് പറഞ്ഞു. 2 പേരും ബസ് കണ്ടക്ടർമാരായിരുന്നു. പക്ഷെ അവർക്ക് ഭാഗ്യവശാൽ 2 ബസ്സിന്റെ ഉടമകളാവാൻ, ഓരോരുത്തർക്കും ഓരോ ബസ്സിന്റെ ഉടമകളാവാൻ ഭാഗ്യം ശ്രദ്ധിച്ചു. അപ്പോൾ ജോസ് ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ക്രിസ്ത്യാനിയെ കുറിച്ച് നമ്മുടെ ഒരു ചൊല്ലുണ്ട്. ക്രിസ്ത്യാനിയെ ഞങ്ങൾ മാപ്പിള എന്ന് പറയാം. മാപ്പിളക്കുട്ടിയെ ഡബിള് കച്ചവടവും, അതുപോലെ തവളക്കുട്ടിയെ നീന്തലും പഠിപ്പിക്കേണ്ട എന്ന് ചൊല്ലുണ്ട്. അത് സത്യമായി. കാരണം ഈ ജോസ് വളരെ 2-3 ബസ്സിന്റെ ഉടമയായി. എന്നാൽ വേലായിരം വെച്ചാൽ ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും പൊട്ടിപ്പൊളിച്ച് കടക്കാരനായി. അങ്ങനെ ജോസിന്റെ ബസ്സിലെ ഒരു കണ്ടക്ടറായി തീർന്നു. അത് 2 പേരും മുതലാളിമാരായിരുന്നു. 2 പേർക്കും ബസ്സിൽ എപ്പോൾ വേണമെങ്കിൽ കയറാം, എപ്പോൾ വേണമെങ്കിൽ ഇറങ്ങാം, അത് കയറാതിരിക്കാം, അങ്ങനെ സ്വാതന്ത്ര്യം ഫുള്ളുണ്ടായിരുന്നു. അതേ സമയത്ത് വേലായുധൻ ജോസിന്റെ ബസ്സിലെ കണ്ടക്ടറായപ്പോഴോ വേലായുധന് സ്വാതന്ത്ര്യം ഉണ്ടാ ഇല്ല. എപ്പോൾ വേണമെങ്കിൽ ബസ്സിൽ കയറാം, എപ്പോൾ വേണമെങ്കിൽ ഇറങ്ങാം, അല്ലെങ്കിൽ ബസ്സിൽ കയറാതിരിക്കാം പറ്റില്ല, ശമ്പളം കിട്ടില്ല അല്ലേ? അപ്പോൾ ജോസിന്റെ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരൻ, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ആര്? വേലായുധനിപ്പോൾ. എന്നാൽ ജോസോ അതിൻ്റെ ഉടമസ്ഥനാണ്. എപ്പോൾ വേണമെങ്കിൽ ബസ്സിൽ കയറാം, ഇറങ്ങാം, പോയില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ? കാരണം അതിനെല്ലാം സ്വാതന്ത്ര്യമുണ്ട് അല്ലേ? അപ്പോൾ ആ സ്ഥാപനത്തിൽ പ്രാധാന്യമാണ് ആള് അല്ലേ? പ്രധാന വ്യക്തിയാണ് ആള്. അതേസമയം സ്വതന്ത്രനാണ്, അതിന് പ്രധാനിയുമാണ്. അതേസമയത്ത് വേലായുധനോ ആ സ്ഥാപനത്തിലെ ഒരു ഭാഗം മാത്രമാണ്, ഒരു ജീവനക്കാരൻ മാത്രമാണ്, ഒരേ ആശ്രിതനും അല്ലേ? അപ്പോൾ മനസ്സിലായല്ലോ, ഒരു ഭാഗമായി വരുന്ന ഒരാൾ, ഒരു സ്ഥാപനത്തിൽ ഭാഗമായി വരുന്ന ആൾ ഒരു ആശ്രിതനായിരിക്കും. അതിന് സ്വാതന്ത്ര്യം കുറവായിരിക്കും. അതേസമയത്ത് പ്രധാനിയായ ആൾക്കോ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇതിലെന്ത് പറയും നമ്മൾ? ജോസ് സ്വതന്ത്രനും അത് പ്രധാനിയും ആണെന്ന് മെയിൻ ആളാന്ന് പറയും അല്ലേ? ജോസിനെ മെയിൻ ആളാന്ന് പറയും, മറ്റേ വേലായിനെ സബോർഡിനേറ്റ് ആണെന്ന് പറയും, അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് അല്ലെങ്കിൽ ആശ്രിതനാണെന്ന് പറയും അല്ലേ? അതന്നെ ഇവിടെയും വരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ദ സ്റ്റുഡൻസ് വെൻറ്റ് ഇൻ ടു ദ ക്ലാസ് എന്ന് പറയും, വെൻ ദ ബെൽ റാങ് എന്ന് പറയുമ്പോൾ ഈ വാചകത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അത്. അഡ്വർബ് എന്നൊരു ഭാഗം മാത്രമാണ് ഈ വാചകം. അപ്പോൾ എന്തായിരിക്കും ഇതതിൻ്റെ ഒരു ആശ്രിത ഒരു ഭാഗം എന്ന് പറയുമ്പോൾ അത് സ്വതന്ത്രം അല്ല, എന്ന് വെച്ചാൽ ഒരു ആശ്രിതനാണ്, അഥവാ ഡിപ്പെൻഡൻ്റ് ആണ്. ഡിപ്പെൻഡൻ്റ് ക്ലോസ് എന്ന് പറയും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സബോർഡിനേറ്റ് ആയതുകൊണ്ട് സബോർഡിനേറ്റ് ക്ലോസ് എന്നും പറയും. മലയാളത്തിൽ പറഞ്ഞല്ലോ, മനസ്സിലായല്ലോ, ആശ്രിത വാക്യം. അപ്പോൾ മറ്റേതോ ഇതപ്പോൾ ഇതിൻ്റെയാണ് ഭാഗം. അപ്പോൾ ഇതെന്തായിരിക്കും? ഈ വാചകം അതിലെ മെയിൻ ക്ലോസ് ആയിരിക്കും. ഇത് മെയിൻ ക്ലോസും ഇത് സബോർഡിനേറ്റ് ക്ലോസും. അപ്പോൾ അതാണ് മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും ചേരുമ്പോഴാണ് എന്തുണ്ടാവും? നമ്മൾ പഠിച്ചു, ഒരു കോംപ്ലക്സ് സെൻറ്റൻസ്. അപ്പോൾ ഇതൊരു കോംപ്ലക്സ് സെൻറ്റൻസ് ഉദാഹരണമാണെന്ന കാര്യം വ്യക്തമായല്ലോ, മനസ്സിലായില്ലേ? എങ്ങനെയാണ് ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ഉണ്ടാക്കുക എന്നുള്ളത്? ഓക്കെ. ഇനി നമുക്ക് അതുപോലെ ഉപയോഗിക്കാവുന്ന കുറച്ച് വാക്കുകളാണ് ഇവ. ഈ വാക്കുകൾ എന്താണ്? കൺജങ്ഷൻസ്. ഏതുപോലത്തെ? വെൻ പോലെയുള്ള കൺജങ്ഷൻ. വെൻ എന്തിനുപയോഗിക്കുന്നു? അഡ്വർബൽ ക്ലോസ് ഉണ്ടാക്കാൻ അല്ലേ? അപ്പോൾ വെൻ പോലെ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ ആണെങ്കിൽ ഇത് എവിടെയായിരിക്കും വെക്കുക? ഒരു സബോർഡിനേറ്റ് ക്ലോസിൽ ആ വാചകത്തിൻ്റെ ഫ്രണ്ടിലായിരിക്കും വെക്കുക. അങ്ങനെ ചേരുമ്പോൾ എന്താ ഉണ്ടാവുക? ഒരു അഡ്വർബൽ ക്ലോസ്. അപ്പോൾ ഈ വാക്കുകൾ ഇതിൽ എഴുതിയിട്ടുള്ള ഇതൊക്കെ കൺജങ്ഷൻസ് ആണ്, മനസ്സിലായല്ലോ? അതൊക്കെ വെൻ പോലെ ഉപയോഗിക്കുന്നവയാണ് എന്ന് പറഞ്ഞ എന്തർത്ഥം? അഡ്വർബൽ ക്ലോസുകൾ ഉണ്ടാക്കാൻ. സബോർഡിനേറ്റ് അഡ്വർബൽ ക്ലോസുകൾ എങ്ങനത്തെ? സബോർഡിനേറ്റ് ക്ലോസുകളായ അഡ്വർബൽ ക്ലോസുകൾ ഉണ്ടാക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇവിടെ സ്ഥാനം എവിടെയായിരിക്കും?
ഓരോന്നിൻ്റെ ഏത് വാചകത്തിൻ്റെ കൂടെയാണോ ചേരേണ്ടത് ആ വാചകത്തിൻ്റെ മുൻപിലായിരിക്കും സ്ഥാനം. ഓക്കെ, ഇത്രയും കാര്യമാണ് പഠിക്കുക. 1-2 നമുക്ക് നോക്കാം, ബാക്കിയുള്ള വിശദമായിട്ട് പിന്നെ പഠിക്കാം. അപ്പം നോക്കുക, രണ്ടാമത്തെ എടുക്കുക, ദോ ആൾദോ, എങ്കിലും, എന്നിരുന്നാലും, ആയിരുന്നാലും എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം കാണുന്നത്. നമുക്കത് ഇത് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഇതിലെ മൂന്നാമത്തെ വാചകം ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് നെഗറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസ് ആക്കി മാറ്റി. വെൻറ്റിനെ നെഗറ്റീവ് ആക്കാൻ നമുക്കറിയാം, ഡിഡ് നോട്ട് ഗോ അല്ലെങ്കിൽ ഡിഡിൻറ്റ് ഗോ എന്നാണ്. ദ സ്റ്റുഡൻസ് ഡിഡ് നോട്ട് ഗോ ഇൻ ടു ദ ക്ലാസ്. അതിൻ്റെ അർത്ഥം അറിയാം, പോയില്ല. എപ്പോൾ? വെൻ ദ ബെൽ റാങ്. ആ വെൻ ദ ബെൽ റാങ്ങിൻ്റെ അർത്ഥം അറിയാം, ഇപ്പോൾ മണിയടിച്ചപ്പോൾ വിദ്യാർത്ഥികൾ ക്ലാസ്സിനുള്ളിലേക്ക് പോയില്ല എന്നുള്ളതാണ് ഈ വാചകം. ഇപ്പോൾ മൂന്നാമത്തെ വാചകം. അങ്ങനെ നെഗറ്റീവ് സെൻറ്റൻസ് ആവാം മെയിൻ ക്ലോസ്, നെഗറ്റീവ് സെൻറ്റൻസ് ആകും വിരോധമില്ല എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് എഴുതിയിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ വെൻ മാറ്റി ഇവിടെ വെൻ മാറ്റി ദോ എന്നോ ആൾദോ എന്നോ വയ്ക്കാം. ഓൾദോ എന്നോ ദോ എന്നോ വയ്ക്കാം. ഓൾദോ എന്നോ ദോ എന്നോ വയ്ക്കാം. അപ്പൊ എന്തായിരിക്കും അർത്ഥം? ദോ എന്നതിൻ്റെ അർത്ഥം എന്താ? എങ്കിലും, എന്നിരുന്നാലും, ആയിരുന്നാലും എന്നൊക്കെ. എങ്കിലും എന്നർത്ഥം എടുക്കാം നമുക്ക്. അപ്പോ ബെൽ റാങ് എന്തർത്ഥം? ബെൽ മണി അടിച്ചു. അതിന് മുമ്പിൽ എന്ത് വെച്ചു? ദോ വെച്ചു. എങ്കിലും എന്നുള്ള അർത്ഥം ഇപ്പൊ ചേരുക. അപ്പൊ എന്തായിരിക്കും അർത്ഥം വരിക? മണി ഒഴിച്ചു എങ്കിലും, അല്ലെങ്കിൽ മണി ഒഴിച്ചു എന്നിരുന്നാലും, രണ്ട് തരത്തിലുള്ള അർത്ഥം കൊടുക്കാം. അപ്പൊ അവിടെ അവസാനിക്കണില്ലയോ? അവസാനിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ടല്ലേ? മണിയടിച്ചുവെങ്കിലും എന്ന് പറയുമ്പോൾ എന്തോ പറയാനുള്ള, കുറച്ചും കൂടി പറയാനുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത കേൾക്കുന്ന ആൾ മനസ്സിലുണ്ടാവും അല്ലേ? എന്നർത്ഥം പൂർണ്ണമായിട്ടുള്ള അർത്ഥം എന്ന് വെച്ചാൽ സബോർഡിനേറ്റ് ക്ലോസ് ആണ് അർത്ഥം. അപ്പോൾ ദോ ദ ബെൽ റാങ് എന്നുള്ള സബോർഡിനേറ്റ് ക്ലോസ് ആണ്, അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. അതന്നെ അതേ അർത്ഥം തന്നെയാണ്. ഏകദേശം അത് ഒരു 99% തുല്യ അർത്ഥമാണ് അത്. ഓൾദോ ദ ബെൽ റാങ് എന്ന് പറഞ്ഞാൽ അതേ അർത്ഥം തന്നെ. മണിയടിച്ചുവെങ്കിലും കുട്ടികൾ ക്ലാസ്സിൽ കയറിയില്ല. അപ്പോൾ ഈ രണ്ട് വാചകങ്ങളും അങ്ങനെ ഒന്നാക്കി അല്ലേ? അപ്പോൾ അതിലെ ഉപയോഗം വെൻ പോലെ തന്നെയല്ലേ? അപ്പോൾ വേറെ പഠിക്കേണ്ട കാര്യമില്ലല്ലോ. ഓൾദോ ദ ബെൽ റാങ്, അങ്ങനെ ഇത് വേണമെങ്കിൽ ആദ്യത്തും വെക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഒരു കോമിട്ടാൽ മതി. അതെങ്ങനെ പറയും? ആൾദോ ദ ബെൽ റാങ്, മണിയടിച്ചു എങ്കിലും, ദ സ്റ്റുഡൻസ് ഡിഡ് നോട്ട് ഗോ ഇൻ ടു ദ ക്ലാസ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ദ സ്റ്റുഡൻസ് ഡിഡ് നോട്ട് ഗോ ഇൻ ടു ദ ക്ലാസ് ആൾദോ ദ ബെൽ റാങ് നോ, ദോ ദ ബെൽ റാങ് നോ പറയാം. അത് മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഇതേപോലെ തന്നെ എല്ലാ സാധനങ്ങളും, അതായത് സബോർഡിനേറ്റ് ക്ലോസ് ഇത് ബെൽ റാങ്കിൻ്റെ കൂടിയാണ് ചേർക്കേണ്ടത്. ദോ അല്ലെങ്കിൽ ആൾദോ, അപ്പോൾ അതിന് മുമ്പിൽ വെച്ചു. അതോ മറ്റേ വാചകം കൂടി ചേർന്നു. അപ്പോൾ ഇത് സബോർഡിനേറ്റ് ക്ലോസ് ആയി, ഇതൊരു മെയിൻ ക്ലോസ് ആയി. അപ്പോൾ രണ്ടും കൂടിയിട്ട് നമ്മൾ എന്തായാലും ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ഉദയം കൊണ്ടു, ജന്മം കൊണ്ടു. അപ്പോൾ നമ്മൾ പഠിച്ചു എന്ത്? കോംപ്ലക്സ് സെൻറ്റൻസ് എഴുതാൻ പഠിച്ചു. ഏത്? ദോ വെച്ചോ ആൾദോ വെച്ചോ. അതുപോലെ ആസ് വെച്ചോ ഒക്കെ നമുക്ക് എഴുതാം. ഇതിലിപ്പോൾ ഇത് മാറ്റി ആസ് വെച്ചാൽ എന്തായിരിക്കും? അപ്പോൾ അർത്ഥം ഉണ്ടല്ലേ? അപ്പോൾ വെന്നിൻ്റെ ഏകദേശം അർത്ഥം വരും. ആസ് എന്ന് വെച്ചാലും മതി. അപ്പം എന്തായിരിക്കും അർത്ഥം? ആസിൻ്റെ അപ്പോൾ അർത്ഥം എടുക്കുക. അപ്പം എന്തായിരിക്കും? മണിയടിച്ചു പ്ലസ് ഇത് ആസിൻ്റെ അർത്ഥം എടുക്കുക. അപ്പോൾ മണിയടിച്ചപ്പോൾ ദ സ്റ്റുഡൻസ് ഡിഡ് നോട്ട് ഗോ ടു ദ ക്ലാസ്, കുട്ടികൾ ക്ലാസ്സിൽ കയറിയില്ല. അല്ലെങ്കിൽ ഇത് ആസ് ആദ്യം ഈ വാചകം ആദ്യം വെച്ചും പറയാം. അങ്ങനെയാണെങ്കിൽ ദ ആസ് ദ ബെൽ റാങ് ദ സ്റ്റുഡൻസ് ഡിഡ് നോട്ട് ഗോ ഇൻ ടു ദ ക്ലാസ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ആസിനെ കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ ഓരോന്നും കൂടി നമുക്ക് കുറച്ച് വാചകങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ എഴുതി പഠിക്കാം. കൂടാതെ നമുക്ക് എന്താണ് അഡ്ജക്റ്റീവ് ക്ലോസ് എന്നും കൂടി പഠിക്കാം അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ നമ്മൾ അഡ്വർബ് ക്ലോസ് ഇപ്പോൾ എന്താണ് പേശൻ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം, ബൈ.